റോസ് മാഡം. എനിക്ക് എനിക്ക് പറയാനുള്ളത് ബ്രദർ, ഇത് ഈ റൂം നടത്തിയതിന് വളരെ നന്ദി. കാരണം വചനം അറിയാവുന്നവർക്ക് അറിയാം, ബൈബിള് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം ഏബ്രഹാമിന്റെ ഫാദറിന്റെ പേരും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷന്, യങ്സ്റ്റേഴ്സിന് ഇത് അത്ര പിടിയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല. ബ്രദർ പറഞ്ഞത് നന്നായി, തുറന്ന് പറയണം. ചിലപ്പം ബിഷപ്പുമാർക്കും അച്ഛന്മാർക്കും എല്ലാം തെറ്റുപറ്റാം. അപ്പൊ അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അത് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഒരു ഇതില് കാത്തലിക് ഡോക്ടറിൽ ഒരിക്കലും ഇവരൊന്നാന്ന് പറയുന്നില്ല. അങ്ങനെയാണ് ഞാൻ വായിച്ചിരിക്കുന്ന എൻ്റെ ഓർമ്മ. അവരെങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഓർമ്മയനുസരിച്ച് സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരോടൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു പൊതുവെ. അത് കുറയ്ക്കാൻ വേണ്ടി കത്തോലിക്ക സഭ കുറച്ച് മൂവ്സ് എടുത്തിരുന്നു, സ്റ്റെപ്സ് എടുത്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വാറ്റിക്കൻ കൗൺസിലിൽ ഇവർ അങ്ങനെ പറയുന്നുണ്ട്, നമ്മളത് റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. പക്ഷെ അത് പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പോഴാണെങ്കിലും അത് വ്യാഖ്യാനിച്ചു വരുമ്പോൾ കത്തോലിക്ക സഭയിൽ ഇവരെ എബ്രാഹത്തിന്റെ സന്തതികളായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇസ്മായിലിന്റെ ഇപ്പൊ പേരൻസ് നോക്കിയാലും എങ്ങനെയാണെങ്കിലും ഇവർ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, രണ്ടും സെയിം വിശ്വാസമാണെന്നുള്ള ഒരു ഫോൾസ് എക്സ്പ്ലനേഷൻ ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല, ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് പല രാജ്യങ്ങളിലും ഇവര് പെണ്ണുങ്ങളെ എല്ലാം ലവ് ജിഹാദിലൂടെ എല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. സോ ബ്രദർ പറഞ്ഞാൽ നന്നായി. ബിഷപ്പ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സെയിം ഇതാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും എടുക്കരുത്. അത് പലർക്കും ഉറപ്പ് നൽകുന്നതാണ്. സോ സ്ട്രോങ് ആയിട്ട് കാത്തലിക് ഫെയ്ത്തിൽ നിൽക്കുക. ആരെയാണ് ഭയക്കേണ്ടത്? സ്വന്തം ഫെയ്ത്ത് പറയാൻ വേണ്ടി ഇവരെ പ്ലീസ് ചെയ്ത് വേണം ഒരു ബിഷപ്പൊക്കെ നിൽക്കാൻ വേണ്ടി. സോ ബ്രദർ പറഞ്ഞാൽ നന്നായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ, എന്തായാലും സെബാസ്റ്റ്യൻ ബ്രദർ ഇവിടെ തിയോളജി പരമായിട്ട് ബൈബിൾ വെച്ചിട്ടായാലും ഖുർആൻ വെച്ചിട്ടായാലും ഇത് അബ്രാഹാമിക് റിലീജിയൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇല്ലായിരുന്നു, അപ്പൊ ഫുള്ള് എനിക്ക് കേൾക്കണം. അപ്പൊ ഞാൻ ഒരു എന്താ പറയുക, ഒരു സാധാരണ ലെവലിൽ നിന്നാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഇതിപ്പോ ഞാൻ പ്ലാമ്പാനിക് പിതാവിനെ ഒന്ന് അഡ്രസ് ചെയ്യുന്നില്ല. ഞാൻ അതിനു പകരം എല്ലാ സഭയും, ഞാൻ കത്തോലിക്കനല്ല, ഞാനൊരു CSS സഭക്കാരനാണ്. എന്റെ സഭയിലുള്ളവർക്കും ഈ ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ അത് മാറ്റാനൊക്കെ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി ഫേസ്ബുക്ക് വഴിയായാലും ക്ലബ് ഹൗസ് വഴിയായാലും യൂട്യൂബ് വഴിയായാലും പല വീഡിയോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് പലരിടത്ത് എത്തിച്ചിട്ടുണ്ട്. പല പോസ്റ്റിനും കമന്റ് ഒക്കെ ഇങ്ങനെ വരാറുണ്ട്, അത് അബ്രാഹാമിക് റിലീജിയൻ. അപ്പൊ അതിനെന്താ വേണ്ടിട്ടുള്ള എല്ലാ എവിഡൻസും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇനിയും വിശ്വസിക്കാതെ നിൽക്കുന്ന ഈ ഇസ്ലാമിക കേരളത്തിലെ ഒരു ജിഹാദി പൊളിറ്റിക്സ് ഉണ്ട്. അതിനെ പ്രീണിപ്പിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവും. അങ്ങനത്തെ ചിന്താഗതിയായിട്ട് നിൽക്കുന്നവരെ ഞാൻ വിളിക്കുന്ന ഒരു പേരാണ്, അത് വേറെ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല, ഞാൻ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ക്രിസ്ത്യാമികൾ. ഈ ക്രിസ്ത്യാമികളാണ് ഇപ്പം ഈ അബ്രഹാമിക് റിലീജൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയും ഈ പറയുന്ന യഹൂദ മതവും ഈ പറയുന്ന ഇസ്ലാം മതവും ഒന്നാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും, ഈ പറയുന്ന ഇസ്ലാമിന് എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടാവോ ആ സമയത്തൊക്കെ സ്വന്തം സഭയെയും സ്വന്തം വിശ്വാസികളെയും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ് ഇത്തരക്കാര് ഈ പറഞ്ഞ ജിഹാദികളെ വിളിപ്പിച്ചു വന്നത്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് പോവാം. എന്താണ് ക്രിസ്ത്യാമികൾ എന്ന് പറഞ്ഞാൽ 3 മതവും ഒന്നാണ്. അപ്പൊ അതങ്ങനെ 3 മതവും ഒന്നാണെന്ന് വരുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം യഹോവ എന്ന് പ്രൊട്ടസ്റ്റന്റ് പറയുന്ന പിതാവായ ദൈവവും അള്ളാഹും ഒന്നാണെന്ന് സ്ഥാപിക്കേണ്ടി വരും. അതേ കണക്ക് യേശു ക്രിസ്തുവും ഈസാ നബിയും ഒന്നാണെന്ന് സ്ഥാപിക്കേണ്ടി വരും. അതേ കണക്ക് പരിശുദ്ധാത്മാവും, പിന്നെ ഇനി ഖുറാൻകാലത്ത് പരിശുദ്ധാത്മാവിന് എന്ത് പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അതും ഒന്നാണ് സ്ഥാപിക്കേണ്ടത്. അപ്പം ഈ പറയുന്ന നമ്മളെ ത്രിയേക ദൈവം ഇന്ന് ക്രൈസ്തവ വിശ്വസിക്കുന്ന സെബാസ്റ്റ്യൻ ബ്രദർ ഒന്നാം സാറാണ്. സെബാസ്റ്റ്യൻ ബ്രദർ അങ്ങനെ വിശ്വസിക്കട്ടെ, അത് മാറ്റി നിർത്തുക. ബാക്കിയുള്ള സഭകൾ ത്രിയേക ദൈവം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇസ്ലാമും പറയുന്നത് എന്ന് പറയേണ്ടി വരും ഈ ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെയാണെങ്കിൽ ബ്രദർ ഒരു സെക്കൻഡ്, പരിശുദ്ധാത്മാവെന്ന് അവർ പറയുന്നത് ജിബ്രീൽ മലക്കിനെയാണ്. അപ്പൊ അതും കൂടെ തൃത്വത്തിൽ കൂട്ടി വേണം. ഓക്കെ, ജിബ്രീൽ മലക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്നെ പോലുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ആണ് യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നത്. എന്റെ ദൈവം എന്തായാലും ഫ്രോഡല്ല. പക്ഷെ ഇസ്ലാമിന്റെ ദൈവം ഫ്രോഡാണ്. ഈ പിതാവായ ദൈവവും യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ നബിയും ഈ പറയുന്ന ജിബ്രീൽ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവും പക്ക ഫ്രോഡാണ്. അതിന് ഞാൻ തെളിവ് നിർത്തിത്തരാം. അതായത് പിതാവായ ദൈവം അബ്രഹാം പിതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു ജനത ഉണ്ടാക്കുന്നു, യഹൂദ ജനത. അങ്ങനെ കുറെ ജനതകൾ വരുന്നുണ്ട്, അവസാനം ദാവീദ് വരുന്നുണ്ട്, എല്ലാരും വന്നു. കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് കഴിയുമ്പോഴേക്ക് കർത്താവ് നമ്മളെ വിശ്വാസ പ്രകാരം വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ്.
അങ്ങനെ യേശുക്രിസ്തു വരുന്നു. യേശുക്രിസ്തു വന്ന് നമുക്ക് സ്നാനം ചെയ്യാനുള്ള ഇത് ഉപദേശം തരുന്നു. അതേപോലെ കുർബാന എടുക്കുന്നു. ഇങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ക്രിസ്ലാമിന്റെ ദൈവം, അതായത് പിതാവായ ദൈവവും ഈ യേശുക്രിസ്തു എന്ന ഈസാ നബിയും ഈ പരിശുദ്ധാത്മാവെന്ന ജിബ്രയിലും കൂടെ 600 വർഷങ്ങൾക്ക് ശേഷം അപ്പുറത്ത് സൗദി അറേബ്യയിൽ ചെന്നിട്ട് മുസ്ലിങ്ങളെ അങ്ങ് ഒന്നിപ്പിക്കും. മുസ്ലിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് പറയും, നീ ആദ്യം പിതാവായ ദൈവം പറയും, നീ ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് ഞാൻ കുറച്ച് പേരെ ജൂതന്മാരെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് ക്രിസ്ത്യാനികളെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അവർ ഭയങ്കര സ്നേഹത്തിലാണ്, നിങ്ങൾ അവരോട് കുറ്റം ഇത്രം കാത്തത്, നിങ്ങൾ അവരോട് കൂട്ടുകൂടരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു ഉപദേശം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഈസാ നബി പറയും, ഇതേപോലെ ഞാനും കുറച്ചുപേരെ ഇങ്ങനെ ക്രിസ്ത്യാനികളാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോട് കൂട്ടുകൂടരുത്. എന്നിട്ട് അടുത്ത പിതാവായ ദൈവം പറഞ്ഞു കൊടുക്കും, ജൂതന്മാരെ മുഴുവനായിട്ട് കൊന്നാൽ മാത്രമേ നിങ്ങൾക്ക് അന്ത്യനാൾ വരും, അതുകൊണ്ട് നിങ്ങൾ ജൂതന്മാരെ കൊന്നു. അതായത് ഇരട്ടത്താപ്പാണ്. ഇസ്ലാമിന്റെ ദൈവം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഇപ്പുറത്ത് വന്നിട്ട് യഹൂദനെ ഒരുമിച്ച് കൂട്ടും, ഇപ്പുറത്തെ മുസ്ലിങ്ങളെ എന്ന് പറയും, നിങ്ങൾക്ക് അന്ത്യനാൾ വരണമെങ്കിൽ ജൂതനെ കൊല്ലണം. അത് കഴിഞ്ഞിട്ട് ഈസാ നബി യേശുക്രിസ്തു ഈസാനെ പറയും, നിങ്ങൾ പാപങ്ങളൊക്കെ ചെയ്തോ, ഞാൻ അവന്മാരുടെ അടുത്ത് പാപം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ചെയ്യണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ ചെയ്തോ, നിങ്ങളെ പാപം എല്ലാം ഞാൻ അവസാനം യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും തലയിൽ വെച്ച് കെട്ടിയിട്ട് ഈ പറയുന്ന ക്രിസ്ത്യാനി യഹൂദനെയും നരകത്തിലോട്ട് പറഞ്ഞു വിടും, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇതാണ് ക്രിസ്ലാമിന്റെ ദൈവം പറയുന്നത്. ഇതൊന്നും ഞങ്ങളുടെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ദൈവത്തിന് ഇരട്ടത്താപ്പില്ല, ഞങ്ങളുടെ പിതാവായ ദൈവത്തിന് ഇരട്ടത്താപ്പില്ല, ഈശോക്രിസ്തുവിന് ഇരട്ടത്താപ്പില്ല. പക്ഷെ ക്രിസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ 3 പേരും ഒന്നാണ്. ഈ പറയുന്ന അള്ളാഹുവും ഈ പറയുന്ന ഈസാ നബിയും ജിബ്രയിലും ഒന്നാണെന്ന് വാദിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഫുൾ റോങ് ആണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ദൈവം ഇരട്ടത്താപ്പുള്ള ഒരു ദൈവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇവിടെ ബ്രദർ ഉദ്ദേശിച്ചത് ഈ ഇസ്ലാമിലെ ദൈവവും ഈസാ നബിയും ഇബ്രാഹിമും ഒക്കെ തന്നെയാണ് ക്രൈസ്തവരുടെ നേരെ തിരിച്ചാണ്. കാര്യം ഇസ്ലാം കഴിഞ്ഞിടക്ക് ഉണ്ടായ മതമാണല്ലോ. അപ്പോൾ ക്രൈസ്തവരുടെ യഹൂദന്മാരുടെ അബ്രഹാം പിതാവും യാഹു എന്നുള്ള ദൈവവും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന യേശുക്രിസ്തു ഒക്കെ തന്നെയാണ് ഈ ഇസ്ലാമിലെ അള്ളാഹുവും ഈ ഈസാ നബിയും ഇബ്രാഹിം നബിയും ഒക്കെ എന്നാണ് ഈ പാംബ്ലാനി ബിഷപ്പിനെ പോലുള്ളവർ വിശ്വസിക്കുന്നതെങ്കിൽ അവർ വിശ്വസിക്കുന്ന ദൈവം ഇരട്ടത്താപ്പുകാരനാണെന്ന് പറയേണ്ടി വരില്ലേ എന്നാണ് ഈ ബൈക്ക് റൈഡർ ബ്രദർ ചോദിച്ചതിൻ്റെ മീനിങ്. എന്നാണ് എനിക്ക് മനസ്സിലായത്, തെറ്റാണ് പറയുക. കാരണം ക്രിസ്ത്യാനികളോട് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ പാപം ചെയ്യരുത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ വാക്യങ്ങൾ കിടക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ബൈബിളിൽ കിടക്കുന്നു. നിങ്ങൾ ഒരു പാപവും ചെയ്യാതെ വേണം ജീവിക്കാൻ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെ ബൈബിളിൽ ക്രിസ്ത്യാനികളോട് പറഞ്ഞിട്ട് മുസ്ലിങ്ങളോട് ഈസാ നബി പറയുക, അല്ലെങ്കിൽ അള്ളാഹു പറയുക, നിങ്ങൾ പാപം ചെയ്തോ, ഇഷ്ടം പോലെ ചെയ്തോ, വ്യഭിചാരം ചെയ്താലും മോഷ്ടിച്ചാലും ശരി, നിങ്ങൾ സ്വർഗ്ഗത്തിലുണ്ടാവും, ആ പാപം മുഴുവൻ ഞാൻ ക്രിസ്ത്യാനിയുടെയും ജൂതൻ്റെയും നെഞ്ചത്ത് കെട്ടിവെച്ച് അവന്മാരെ നരകത്തിൽ വിട്ടോളാം എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ സെൻസ് ഇല്ലാത്ത ദൈവമായി പോകത്തില്ലേ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. അതായത് ഈ രണ്ട് മതവും ഒന്നാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നയാള് ദൈവത്തെ കോമൺ സെൻസ് ഇല്ലാത്തവനെന്ന് വിളിച്ച് ബ്ലാസ്ഫമി, ദൈവനിന്ദ ചെയ്യുന്ന ഒരു ചടങ്ങായി പോകും അത് എന്നാണ് ബൈക്ക് റൈഡർ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതെ അതെ ബ്രോ. ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഈ പറയുന്ന പ്ലാമ്പാനി പിതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു മറുപടി. അതായത് പുള്ളിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ട്, കുറച്ചു പേര് വിദേശത്തിരുന്നുകൊണ്ട് ഫേക്ക് ഐഡിയയിൽ ഇവിടെ പല ഈ പറയുന്ന വർഗീയത പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് അച്ഛോ, ഞാനും ഈ ബൈക്ക് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഐഡിയ തന്നെയായിരുന്നു. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അതും എനിക്ക് ഫേക്ക് ഐഡിയ തന്നെയാണ്. പക്ഷെ ഈ വിദേശത്തിരിക്കുന്നതായാലും സ്വദേശത്തിരിക്കുന്നവരായാലും ഞങ്ങൾക്ക് ജീവനിൽ ഭയമുണ്ട് ഈ പറയുന്ന ജിഹാദികൾ അറ്റാക്ക് ചെയ്യുമെന്ന്. കാരണം അഥവാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പോലും ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സഭ പോലും കൂടെ നിൽക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ജോസഫ് മാഷിന്റെ കേസ് അറിയാം, അതിനുശേഷം വന്ന പല കേസുകളിലും ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ട്. ആകപ്പാടുള്ളത് 1-2 സംഘടനകൾ ഇപ്പൊ ഈ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഉണ്ട്. ഞങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം സംഘടനകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫേക്ക് ഐ ഡിയിലാണ് വന്ന് ഇങ്ങനെ വർഗീയത, ഞങ്ങൾ ആരും വർഗീയത ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെ, ഞങ്ങളുടെ സമുദായത്തിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കാറേ ഉള്ളൂ. ഓക്കെ ബ്രദർ, ഓക്കെ, താങ്ക് യു. അടുത്ത സാമുൽ പാസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? സാമുൽ പാസ്റ്റർ. പ്രൈസ് ലോർഡ്. നല്ല പിന്നെ ആ ഒരു വിഷയത്തിനകത്തൊരു ഒരു പ്രതികരണം കണ്ടത് വളരെ സന്തോഷമുണ്ട്. ഈ നമ്മളിരിക്കുന്ന കൊമ്പ് നമ്മൾ തന്നെ മുറിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു ബിഷപ്പിന്റെ ആ ഒരു വാക്കുകളിലൂടെ മനസ്സിലായത്.
അത് ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന കത്തോലിക്ക സഭയോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണ്. ധാരാളം കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയതും നശിപ്പിച്ചതും കരഞ്ഞു നിലവിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പൈശാചിക മതം ക്രൈസ്തവ വിശ്വാസത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അതും എല്ലാം ചേട്ടനും അനിയനാണെന്ന് പറയുന്നത്, അത് ഈ കൊല്ലുന്ന ഇടയന്മാർ, നശിപ്പിക്കുന്ന ഇടയന്മാർ, പഴയ നിയമ പ്രവാചക പുസ്തകത്തിനകത്ത് ഒരു വിശേഷണം പറയുന്നുണ്ട്. ഇടയന്മാരാണ് എന്ന് പറയുകയും ആടുകളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഇടയന്മാർ. ആ തരത്തിലേക്ക് അച്ഛൻ മാറിപ്പോയോ എന്നൊരു ചിന്തയുണ്ട്. അത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമ്മുടെ സെബാസ്റ്റ്യൻ ബ്രദർ ആ വിഷയത്തെ കുറിച്ച് മറുപടി പറയും. ഈ സമൂഹത്തിൽ ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഈ കൂടുതൽ പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇസ്ലാം എന്ന് പറയുന്ന മതം, ഞാൻ അതിന്റെ ഒരു വശം പറയാം, മറ്റൊരു വശം പറയാം. ഇപ്പോൾ നമ്മുടെ ബൈക്ക് ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ബൈബിളിനകത്ത് ഒരു 25 വാക്യങ്ങൾ എടുത്തു തരാം. ബാമ്പളനേച്ചൻ ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ട് ഇസ്ലാമിനെ പഠിച്ചാൽ മതി. ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ട് ഇസ്ലാമിനെ പഠിച്ചാൽ ബൈബിളിന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇതൊരു പൈശാചിക മതമാണെന്ന് വളരെ കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റും. അതിന് വേറെ വ്യാഖ്യാനത്തിനൊന്നും ആവശ്യമില്ല. നമ്മളൊരു ഒരു ഒരു ആധ്യാത്മിക പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ ആധികാരികത, അതിന്റെ ദൈവീകത നമ്മൾ അന്വേഷിക്കുക തിരുവഴുത്തിലൂടെയാണ്. അല്ല നമുക്കാരും ബൈബിൾ നമ്മളാരും തിരുവഴുത്ത് എഴുതി വെച്ചിട്ടില്ല. തിരുവഴുത്ത് എഴുതി വെച്ചത് അപ്പോസ്തലന്മാരാണ്, പ്രവാചകന്മാരാണ്. പത്രോസിന്റെ ഭാഷയിലും യൂദായുടെ ലേഖനത്തിലും പൗലോസിന്റെ വാക്കുകളൊക്കെ പറയുന്ന പോലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇട്ട അടിസ്ഥാനം, അതാണ് തിരുവഴുത്ത് നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഒരു പ്രമാണം. പഴയ നിയമ യഹൂദന് പ്രമാണം ഉണ്ടായിരുന്നു. അവന്റെ ആ പ്രമാണത്തിൽ അടിസ്ഥാനപരമായി ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്ന് കർത്താവ് തന്നെ പറയുന്നത് കൊണ്ട് അവന്റെ മതപരമായ വിഷയമാണെങ്കിലും ഒരു പ്രമാണത്തിൽ അധിഷ്ഠിതമാണ്, അടിസ്ഥാനമുള്ളതാണ്. അല്ലാതെ അന്നേരം തോന്നുന്നത് എഴുതി ചേർക്കുന്നതോ തോന്നുന്നത് വ്യാഖ്യാനിക്കുന്നതോ തോന്നുന്നത് പറയുന്നതോ അല്ല. തിരുവെടുത്തവർക്ക് ആധാരമായിട്ടുണ്ടായിരുന്നു. പുതിയ നിയമസഭ ആരംഭിച്ചപ്പോഴും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നൊരു അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു എന്ന് പറയുന്ന പോലെ യൂദായുടെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും കർത്താവും വിശുദ്ധ അപ്പോസ്തലന്മാർ നിങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങളെ ഉപദേശിച്ചത് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ബേസിക് അടിസ്ഥാനപരമായ ഒരു പഠനം, ഒരു 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 ഫൗണ്ടേഷൻ നമുക്കുണ്ട് വേദപുസ്തകത്തിൽ. ഭാഗ്യം നമുക്ക് തിരുവഴുത്തുള്ളതുകൊണ്ട് ആ തിരുവഴുത്ത് വെച്ചുകൊണ്ടാണ് ഏതൊരു ഉപദേശത്തെയും വിലയിരുത്തേണ്ടതും പഠിപ്പിക്കേണ്ടത്. അപ്പൊ പാമ്പളാനി അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആ വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ഖുറാൻ എന്ന് പറയുന്ന മതത്തെയോ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയോ അള്ളാഹു എന്ന് പറയുന്ന ശക്തിയെയോ ഇവരവകാശപ്പെടുന്ന ശക്തിയോ നമ്മൾ തിരുവഴുത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ശരിക്കും ഒരു പൈശാചിക മതമാണ്. കാര്യം ഞാന് ഈ ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പൗലോസ് എഴുതി വെച്ചത് പല പ്രാവശ്യം വായിക്കുമ്പോഴും പൗലോസ് അല്പം അതിന് കടന്ന് പറഞ്ഞൊരു വാചകമല്ലേ എന്നൊരു ചിന്ത ഒരു കാലത്ത് എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ നിങ്ങളെ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നാഗതനായി അങ്ങനെ പറയുന്ന ഒരു ദൂതനാകട്ടെ മറ്റൊരു സുവിശേഷം നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇത്ര ശക്തമായിട്ട് എഴുതിയപ്പോ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഏത് ദൂതനാണ് ആഗതനാവുന്നത്? ഇപ്പൊ പത്രോസോ പൗലോസോ ഒക്കെ നാളെ കളം മാറി ചവിട്ടി സുവിശേഷം മാറ്റി പറഞ്ഞെന്നിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് ഈ മുസ്ലിങ്ങൾ കണ്ടുപിടിച്ച പോലെ ഭരതവാസിന്റെ സുവിശേഷമെന്നോ തോമസിന്റെ സുവിശേഷമെന്നോ ഒക്കെ പറഞ്ഞ് പുതിയത് ഇറക്കുകയോ വ്യാജം ഉണ്ടാക്കിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്നു വരാം. പക്ഷെ സ്വർഗത്തിൽ നിന്നാഗതനായ ഒരു ദൂതൻ എന്ന് പറയുന്ന ഒരു വിശേഷണം ഇച്ചിരി കടന്നു പോയില്ലേ എന്നൊരു ചിന്ത എന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറുപടിയായിരുന്നു ഇസ്ലാം എന്ന മതത്തെ പഠിച്ചപ്പോൾ. ഇസ്ലാമിനെ പഠിച്ചപ്പോഴാണ് പൗലോസ് ഒരു പ്രവചനാത്മാവിൽ കൃത്യമായിട്ട് എഴുതി വെച്ചതാണ് സ്വർഗത്തിൽ നാഗതനായ ഒരു ദൂതൻ എന്നുള്ള പരിപ്രേഷത്തിൽ വന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ഈ ദൈവം മാനവജാതിക്കൊരുക്കിയ രക്ഷ, സൗജന്യമായ ദൈവം നൽകുന്ന രക്ഷ, ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് മറ്റൊരു സുവിശേഷമായി വന്ന ഒരു ശപിക്കപ്പെട്ട ദൂതനാണ് ഇസ്ലാമിന്റെ ഉറവിടമെന്ന് മനസ്സിലാക്കാൻ പറ്റി. അത് വളരെ എല്ലാ ക്രൈസ്തവരും പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇസ്ലാമില് സ്വർഗത്തിൽ പോകണമെങ്കിൽ മുഹമ്മദിന്റെ മൂത്രം കുടിച്ചാൽ പോവാം. ഒത്തിരി കോമഡികളുണ്ട്, കോമഡികൾ ഇഷ്ടം പോലെ ഉണ്ട്.
പിന്നെ വേറെ കുറെ വൃത്തികേടുകൾ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദിന് വേണ്ടി കൊല്ലും നടത്തിയാൽ സ്വർഗത്തിൽ പോകാം, യുദ്ധം ചെയ്താൽ സ്വർഗത്തിൽ പോകാം, അന്യമതസ്ഥനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം, പിന്നെ പിന്നെ കോമഡികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ധാരാളം വഴികള് ഒരു ഒരു പ്രവാചകൻ എന്ന് പറയുന്നവന്റെ മൂത്രം കുടിച്ചാൽ പോലും സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് അടിച്ചു തക്കുന്ന നികൃഷ്ട പ്രാകൃതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതവും യേശുക്രിസ്തുവിൽ കൂടി മാനവജാതിക്ക് കാലുള്ളവനും കാലില്ലാത്തവനും കാശുള്ളവനും കാശില്ലാത്തവനും നടക്കാൻ പറ്റുന്നവനും പറ്റാത്തവനും ഒക്കെ ഏത് ജാതിയനും ഏത് ഭാഷക്കാരനും ഏത് ദേശക്കാരനും വിശ്വാസത്താൽ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ സ്വീകരിക്കുന്നവന് നിത്യജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞ മഹത്തരവും മഹനീയവും അതുല്യവുമായ ഒരു സന്ദേശത്തെ കാറ്റിപ്പറത്തിക്കൊണ്ട് നികൃഷ്ടനും പ്രാകൃതനും ബാർബേറിനുമായി ജീവിച്ച ഒരു പ്രവാചകന്റെ മൂത്രം കുടിച്ച സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് അടിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു ആശയത്തെ ക്രിസ്തീയ വിശ്വാസവുമായി കൂട്ടിക്കെട്ടാൻ വേണ്ടി നടത്തുന്ന ആ രീതികൾ തന്നെ 100% അപലപിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാക്യങ്ങളുടെ കണക്കെടുത്താൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നടക്കരുന്ന് ആഗ്രഹിച്ചത് പിശാചാണെന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കിടക്കും. കർത്താവ് അതിനെ ശാസിക്കുന്നു. അത് മാനുഷികമാണ്, ദൈവികമല്ലെന്ന് പറയുന്നു. അതാണ് ഖുറാനകത്ത് പറയുന്നത്. 4:157 പറയുന്നത് അവൻ മരിച്ചിട്ടില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നടന്നിട്ടില്ല എന്ന് പറയാൻ എതിർ സുവിശേഷം പറയുന്നത് ഇസ്ലാമാണ്. അപ്പൊ അത് ശപിക്കപ്പെട്ട ദൂതനാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി, നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഖുറാൻ വായിക്കണം. കാര്യം ഖുറാനകത്ത് ഈ ദൂതൻ, ഈ മെസ്സഞ്ചർ തന്നെ പറയുന്നുണ്ട്, ഈ ദൂതുമായിട്ട് വരുന്ന ഈ മുഹമ്മദിന് ഈ വെളിവുകേടുമായിട്ട് വരുന്ന ആ ശക്തി തന്നെ പറയുന്നുണ്ട് ഇതൊരു ശപിക്കപ്പെട്ട ദൂതന്റെ വാക്കുകളല്ല. പക്ഷെ നമ്മുടെ പല സഹോദരന്മാരും അതിന്റെ ഒറിജിനൽ ഭാഷയ്ക്കകത്ത് ശപിക്കപ്പെട്ട ദൂതന്റെ വാക്കുകളാണെന്ന് പറയുന്നതെന്നാ പറയുന്നത്. എനിക്ക് അറബി വായിച്ചതിന്റെ അർത്ഥം പറയാൻ അറിയത്തില്ല. എനിവേ അല്ലെന്ന് തന്നെ ഇരുന്നുണ്ട്. ഇനി ഇവര് തിരുത്തി ഇട്ട് ശപിക്കപ്പെട്ട ദൂതന്റെ വാക്കുകളല്ല എന്നാണെങ്കിൽ പോലും അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? ശപിക്കപ്പെട്ട ദൂതൻ എന്നുള്ള പരിവേഷം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസാണ്. സ്വർഗത്തിൽ നാഗതനായ ദൂതനാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ട ദൂതൻ എന്ന് വിശേഷണം കൊടുത്തിരിക്കുമ്പോൾ 600 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചന ഭാഷയിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ വന്ന് സുവിശേഷത്തിന് അപ്പോസ്തലന്മാരും കർത്താവും പഠിപ്പിച്ച സുവിശേഷത്തിന് എതിരായ ഒരു സന്ദേശം കൊണ്ട് വന്നിട്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയാണ് ഞാൻ ശപിക്കപ്പെട്ട ദൂതനല്ല. എന്തിനാ അത് പറയുന്നത്? അപ്പൊ ആ കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് അകത്ത് കിടപ്പുണ്ട് ആ ദൂതന്റെ തന്നെ, ശപിക്കപ്പെട്ട ദൂതനാണെന്നുള്ളത്. അതാണ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നതിന്റെ കാരണം. ഓക്കെ, യോഹന്നാന്റെ 1-ാം ലേഖനം, യോഹന്നാന്റെ 2-ാം ലേഖനത്തിനകത്തും യോഹന്നാന്റെ 3-ാം ലേഖനത്തിനകത്തും യോഹന്നാൻ പറയുന്ന വാക്കുകളാണ് യേശുക്രിസ്തു ജഡത്തിൽ വന്നു വിശ്വസിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശുക്രിസ്തു ജഡത്തിൽ വന്നു വിശ്വസിക്കാത്തതാണ് ഇസ്ലാം. യേശുവിൽ വിശ്വസിക്കും പിതാവും പുത്രനും ഉണ്ട്. ഇസ്ലാം പുത്രനിൽ വിശ്വസിക്കുന്നില്ല. അപ്പം ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ പിതാവും പുത്രനും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവനെ വീട്ടിൽ കയറ്റണമെന്നാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇസ്ലാം പറയുന്നത് പുത്രൻ ഇല്ല എന്നുള്ള വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ ഒരു 25 വാക്യങ്ങളെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചിട്ട് ഇസ്ലാം പൈശാചിക മതമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞു പിശാച് ആദ്യം മുതൽ കൊലപാതകനാകുന്നു. കൊലപാതകത്തിന് ഹോൾസെയിലായിട്ട് എടുത്തിരിക്കുന്ന ഇന്ന് നിങ്ങൾക്കറിയാം ലോകത്തിൽ ഇസ്ലാം മതമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മെനഞ്ഞാന്നോ എനിക്കൊരു സഹോദരൻ ഒരു വീഡിയോ അയച്ചു. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ആർക്കും വേണേൽ അയച്ചു തരാം. ഇവിടെ പിൻ ചെയ്തിട്ടോ കാണണം നിങ്ങളെ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കിടത്തി കഴുത്തറുത്ത് തലയങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് ഈ മുതുപിശാചിന്റെ പേരാ വിളിച്ചു പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ കൊലപാതക മതം കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാചാണ് കൊലപാതക മതം. പിന്നെ കർത്താവിന്റെ വാക്കുകൾ, പിശാച് കള്ളനും കള്ളന്റെ അപ്പനുമാകുന്നു. ഭോഷ്കു പറയുന്നവൻ, ഭോഷ്കു പറയാൻ കുഴപ്പമില്ല ഭോഷ്കു പറഞ്ഞാൽ എന്ന് പറയുന്ന അൽതക്കിയ ഇറക്കിയതും അള്ളാഹുവാണ്. ഇങ്ങനെ വ്യഭിചാരം ബൈബിളിനകത്ത് പറയുന്നുണ്ട്. വ്യഭിചാരമല്ല, തലാഖ് അല്ല, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദൈവം പറയുമ്പോൾ വിവാഹമോചനം ഒരു ഹോബിയായിട്ട് എടുത്ത മതമാണ് ഇസ്ലാം. കർത്താവ് പഠിപ്പിച്ചു ഒരു സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കിയാൽ അത് പാപമാണ്, വ്യഭിചാരമാണ്. വഴിയെ പോയൊരു സ്ത്രീയെ കണ്ട് മോഹിച്ച് സ്വന്തം ഭാര്യ എടുത്തു പോയി കാര്യം സാധിച്ചു വന്ന ഒരു വ്യക്തി, എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു വ്യഭിചാരിയാണ് മുസ്ലിങ്ങള് പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗം എല്ലാവരും കേൾക്കേണ്ടതാണ്.
ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് മുഹമ്മദിന് 33:50 അനുസരിച്ച് കൊടുത്തിരിക്കുന്ന 16 അവകാശങ്ങളുണ്ട്. അതിൽ അവകാശം ഏതെങ്കിലും ഒരു തെരുവിലൂടെ മുഹമ്മദ് നടന്നു പോകുമ്പോൾ, ഒരു ഭാര്യയും ഭർത്താവ് അവിടെ നടന്നു പോകുമ്പോൾ ആ സ്ത്രീയെ കണ്ട് മുഹമ്മദിന് ബോധിച്ചു കഴിഞ്ഞാൽ, അത് അവർ പറയുന്നത്, പ്രസംഗിക്കുന്ന ആള് പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട് മുഹമ്മദിനെ വിശേഷിപ്പിക്കുന്നത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ മുഹമ്മദ് പറയുമെന്ന് അയാൾ പറയുന്നത്. അത് വലിയ ആവേശത്തോടെ പ്രസംഗിക്കുകയാണ്. ഓളവിടെ നിൽക്കട്ടെ, ഓനങ്ങ് പൊക്കോളാൻ. ഓളവിടെ നിൽക്കട്ടെ, ഓനങ്ങ് പൊക്കോളാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അങ്ങ് പൊക്കോ, ഭാര്യയെ എനിക്ക് ഭോഗിക്കാൻ വേണമെന്ന് മുഹമ്മദ് പറഞ്ഞാൽ, അപ്പനാണേലും അമ്മയാണേലും ഭർത്താവാണേലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി കൊടുക്കണമെന്ന് പറയണമെങ്കിൽ അത്രയും അധപ്പതിച്ച ഒരു ആഭാസനല്ലേ ആ വ്യക്തി. ആ വ്യക്തിയെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യഭിചാരിയാണ്. ആ വ്യക്തിയാണ് പ്രവാചകൻ എന്നുള്ള പേര് കൊണ്ട് ഇവർ കൊണ്ടു നടക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാലും ഈ പാമ്പളാനി അച്ഛൻ അറിയേണ്ടത് ഇതൊരു പൈശാചിക മതമാണ്. വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഓരോരുത്തരും അവനവന്റെ ഭാര്യമാരും ഓരോരുത്തികൾക്ക് ഭർത്താക്കന്മാരും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ 16 കെട്ടാനല്ല. പക്ഷെ അള്ളാഹു ആ ഖുർആൻ ഇറക്കി കൊടുത്തപ്പോൾ മുഹമ്മദിന് അപ്പന്റെ സഹോദരിമാരുടെ മക്കളെയും അമ്മയുടെ സഹോദരിമാരുടെ മക്കളെയും വലതു കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെയും അതുപോലെ തന്നെ ശരീരം കൊടുക്കുന്ന സ്ത്രീകളെയും 5 വയസ്സ് 8 മാസമുള്ള കൊച്ചിനെയും 66 വയസ്സുള്ള സൗദിയെ ഇങ്ങനെ സർവ്വെണ്ണത്തിനെയും പിടിക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഒരു പ്രവാചകനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. ആ കണക്കെടുത്ത് വെച്ച് നോക്കുമ്പോഴും ഇതൊരു പൈശാചിക മതമാണ്. ഇളയ മനുഷ്യരെ സഹോദരങ്ങളെ പോലെ കാണണം എന്ന് പഠിപ്പിച്ച തിരുവെഴുത്തിന്റെ ഏത് അളവുകൾ വെച്ചുകൊണ്ടാണ് മുഹമ്മദിനെ നമുക്ക് അളക്കാൻ പറ്റുക? 6 വയസ്സ് തികയാത്തൊരു കൊച്ചിനെ കെട്ടി 9-ാം വയസ്സിൽ അതിനെ ശരീരത്തിൽ ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് മുഹമ്മദ്. അപ്പം ഏത് തെറ്റിനെയും ഏത് വൃത്തികേടുകളെയും കുറ്റബോധം കൂടാതെ ചെയ്യുവാൻ പഠിപ്പിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ഈ ശക്തിയും ആ ശക്തിയുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു ഇസ്ലാമിക മതവും നമുക്ക് എങ്ങനെയാണ് ക്രിസ്ത്യ വിശ്വാസത്തോട് കൂട്ടിച്ചേർക്കാൻ പറ്റുക? ഈ പാമ്പളനെ അച്ഛൻ അത്രയും വിവരമില്ലാതായി പോയല്ലോ എന്നുള്ളൊരു ഒരു പരിതാപം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഈ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനാണ് പൗലൂസ് പഠിപ്പിക്കുന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ചുമന്നുകൊണ്ട് ഇടയ്ക്ക് അത് വിശ്വസിക്കുകയും ചെയ്യുന്ന പാമ്പളനെ അച്ഛൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതഗ്രന്ഥത്തെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും? ഇത് ഇരുട്ടും പകലും പോലെ, വെളിച്ചവും ഇരുട്ടും പോലെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ആശയങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അതുല്യതയോ അതിന്റെ അതിശ്രേഷ്ഠതയോ അതിന്റെ അത്ഭുതകരമായ അവസ്ഥകളോ ദൈവീകതയോ ഒന്നും മനസ്സിലാക്കാതെ എല്ലാവിധത്തിലും, ഞാനത് പറഞ്ഞു, ഖുറാൻ വെച്ചുകൊണ്ടാണെങ്കിലും ബൈബിൾ വെച്ചുകൊണ്ടാണെങ്കിലും സാമാന്യ ബുദ്ധി വെച്ചുകൊണ്ടാണെങ്കിലും ധാർമ്മികത അളവുകൾ വെച്ചുകൊണ്ടാണെങ്കിലും ഇസ്ലാം എന്ന് പറയുന്ന മതം പൈശാചികമാണ്. ആ മതത്തെ ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തിന്റെ ബാക്കി പത്രമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഒരു ജനസമൂഹത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് സിറിയയിലേക്കും പറഞ്ഞു വിടത്തക്ക രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഈ നേതൃത്വം ഇരിക്കുന്ന നടത്തുമ്പോൾ ഇവരെ എന്താ പറയാ, ഇവരെ ഇടയന്മാരെന്ന് വിളിക്കാൻ പറ്റിയല്ല, മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും. അത് ക്രൈസ്തവ സമൂഹത്തിന്റെ അപമാനം തന്നെയാണ്. അതുകൊണ്ട് അത് തിരുത്തപ്പെടണം. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഈ സഹോദരന്മാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇത് ആവർത്തിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തിൽ എല്ലായിടത്തും, ഞാനത് പറയാറുണ്ട്, പാസ്റ്റർമാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും എല്ലാ സഭാ സമൂഹങ്ങളിലും ഇസ്ലാം എന്ന് പറയുന്ന പൈശാചിക മതത്തെക്കുറിച്ചുള്ള അറിവ് ജനത്തിന് കൊടുക്കണം. അതിനെ ഒരിക്കലും ബോധമുള്ളവരും അംഗീകരിക്കാൻ പറ്റിയല്ല. അല്പമെങ്കിലും ചിന്തിക്കുന്നവനോ അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ളവനോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവരുടെ ഉസ്താദുമാര് പ്രസംഗിക്കുന്ന പ്രസംഗം മാത്രം എടുത്താൽ മതി. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ സമൂഹത്തിൽ ഒരു വീട്ടിൽ കൊണ്ടുപോകാൻ, പ്രവാചകൻ എന്നുള്ള നിലയിൽ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാര്യം ഭാര്യയെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കണം. ആ തരത്തിൽ അധപ്പതിച്ച് ജീവിതം നയിച്ച ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെയാണ് പ്രവാചകനായിട്ട് കണക്കൂട്ടാൻ പറ്റുക? അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ പരിശ്രമത്തിന് ഞാൻ അഭിനന്ദനം പറയുന്നു. അപ്പൊ തന്നെ എല്ലാവരും സംസാരിക്കുക. ഈ തരത്തിലുള്ള നേതൃത്വങ്ങളുടെ അപജയം, അതിന് നമുക്ക് അപജയം എന്നാ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഒരു നിർവികാരാവസ്ഥ, കാര്യങ്ങളുടെ ഗൗരവം അറിയാതെ, കാര്യങ്ങളുടെ സത്യസന്ധമായ അവസ്ഥ അറിയാതെ
ഈ ജനത്തെ വഴിതെറ്റിക്കുന്ന നിസ്സഹാവസ്ഥ എന്നല്ല എന്ന് പറയുന്നത്. അതിനോട് അവർ കാണിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. അത് നിഷേധിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കാൻ ഒരിക്കലും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ എല്ലാ സഭാ സമൂഹങ്ങളത്തെ ഇടപെടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ എന്റെ വാക്കുകളൊന്ന് ഒരുമിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു പാസ്റ്റർ.